ഞാറ്റുവേല സംഘടിപ്പിച്ച് പഴയന്നൂർ കൃഷിഭവൻ. പഴയന്നൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി നിർവഹിച്ചു. കൃഷി ഓഫീസർ തസ്നിമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് CC സുരേഷ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CG മറ്റ് വാർഡ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം നടത്തി. എല്ലാവർക്കും നമസ്കാരം. കർഷക എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഋതുഭേദങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കാർഷിക രീതിയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പണ്ട് കാലം തൊട്ടേ പലവിധം നമുക്ക് പ്രധാനമായും 6 ഞാറ്റുവേലകളാണുള്ളത്. അതിൽ തന്നെ അശ്വതി മുതൽ തിരുവാതിര വരെ വരുന്ന 6 ഞാറ്റുവേലകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ കേരളത്തിന്റെ കൃഷി പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഞാറ്റുവേല കാലയളവില് പരമാവധി തൈകളൊക്കെ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വളരും എന്നുള്ള ഒരു കോൺസെപ്റ്റിന് പിറകിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പദ്ധതി, ഈ ഒരു പരിപാടി സംസ്ഥാനത്തുടനീളം ഞാറ്റുവേല ചന്തകൾ സംഘടിപ്പിക്കണമെന്ന് നമുക്ക് കൃഷി വകുപ്പിന്റെ സർക്കാരിന്റെ കയ്യിൽ നിന്ന് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്തമായുള്ള സഹകരണത്തോടെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേല ഇത്തവണ തുടങ്ങുന്നത് നമ്മുടെ ജൂൺ 21 മുതൽ ജൂലൈ 4 വരെയുള്ള ഈ കാലയളവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ചില പദ്ധതികൾ, ജനകീയാസൂത്രണ പദ്ധതികളും അതുപോലെ പഞ്ചായത്ത് പദ്ധതികളും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പച്ചക്കറി തൈ വിതരണവും അതുപോലെ തെങ്ങിൻ തൈ വിതരണം, അതുപോലെ നമ്മുടെ ഫാമിന്റെ കുറച്ച് നമ്മുടെ പഴയന്നൂര് സ്റ്റേറ്റ് സീഡ് ഫാം ഉണ്ട്, സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം, അവരുടെ ഉൽപ്പന്നങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പരമാവധി നല്ല ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ചന്തയുടെ പരിപാടിയാണ് നമ്മളിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് തൈകളും അതുപോലെ തെങ്ങിൻ തൈകളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് കൃഷിഭവൻ മുഖാന്തരം ബാക്കിയുള്ളത് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കും. ഇളനാട് മേഖലയാണെങ്കിൽ ഇളനാട് മേഖലയിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ പഴയന്നൂർ മേഖലയ്ക്ക് വേറെ വരുന്നുണ്ട്. ഇപ്പൊ ഇന്ന് കിട്ടാത്തവര് കിട്ടിയില്ല എന്ന് പറഞ്ഞ പരിവേദനപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് കൃഷിഭവൻ. അപ്പൊ ഇത് ഞാറ്റുവേലയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളിയെ ഹാർദവമായി ക്ഷണിച്ചുകൊള്ളു. സുഷമാരുടെ സ്റ്റാൾ നടത്തി തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്ക് തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഒരു പ്രത്യേക ദിവസമാണ്. എന്ത് നട്ടാലും മുളയ്ക്കുമെന്നൊരു വിശ്വാസം നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ വേണ്ട തൈകളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഭാഗത്ത് കൃഷി വകുപ്പും പഴയന്നൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായിട്ട് ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാവരും സീഡ് ഫാമെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടേതായ തൈകൾ കൃഷി വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് തൈകളും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ ഇത്തരം ഒരു പരിപാടി ഇതിനെ എല്ലാവരും എത്തിച്ചേർന്നതിന് വലിയൊരു സന്തോഷം. നമ്മുടെ ഗ്രാമങ്ങളുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് തന്നെ കർഷകരാണ്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഇത്തരം പരിപാടികൾക്ക് നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ചതും. അതിന്റെ ഭാഗമായി നമുക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കർഷകർക്ക് വേണ്ടി നമുക്കൊരു 20,000 തൈകളോളം ഉള്ള ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്. അത് ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും കർഷകരുടെ മുന്നിൽ എത്തിക്കും. അപ്പൊ എല്ലാവരും അത് കൊണ്ടുപോയി നല്ലൊരു കൃഷിയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് നല്ലൊരു കാർഷികമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് കർഷകരോട് സംസാരിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങിൻ തൈകളും അതുപോലെ തന്നെ വളങ്ങളും സീഡ് ഫാമിന്റെ കൊണ്ടുവന്ന വിത്തുകളും എല്ലാം പ്രതിരോധ ശേഷിയുള്ള നല്ല രീതിയിൽ വിത്തുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെല്ലാം നല്ല രീതിയിൽ കർഷകരെ കൊണ്ടുപോയി കൃഷി നടത്തുക എന്ന് മാത്രമേ ഒരു അവസരത്തിൽ പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് KYC ചെയ്യാനുള്ള ഒരു എല്ലാം ശരി അതിനുള്ള മാർഗം നമുക്ക് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതും നമുക്ക് ഈ ഒരു അവസരത്തിൽ ഉപയോഗപ്പെടുത്താം. നമുക്ക് എന്തായാലും എല്ലാവരും എത്തിച്ചേർന്നതിൽ വലിയൊരു സന്തോഷം. ഈ ഒരു പരിപാടി ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ പറയുന്നത് നമ്മുടെ രീതിയിൽ ഉണ്ടാവട്ടെ. നല്ല രീതിയിൽ മുളച്ച് നമുക്ക് ഓണമാകുമ്പോഴത്തേക്കും നല്ലതരം പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ വിഷരഹിതമായ ഒരു പച്ചക്കറി ഉത്പാദിപ്പിച്ച് നമ്മുടെ വീടുകളിൽ ഓണം ആഘോഷിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവട്ടെ മാത്രമേ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു. നന്ദി, നമസ്കാരം.
അടുത്ത തൈ കൊടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് പ്രസിഡന്റ് അങ്ങനെ കൊടുക്കാം വയ്ക്കാലോടെ പാലൊക്കെ അത് കൊണ്ടുപോകാനില്ലാട്ടോ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ് VWalk മെഡിക്കൽ ആപ്പ് നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ.